നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നമീബിയൻ സന്ദർശനം ഇന്ത്യയുടെ ധാതു മേഖലയ്ക്ക് ഏറ്റവും വലിയ വഴിത്തിരിവാകുമെന്ന പ്രതീക്ഷ. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, നിർണായക ധാതുക്കൾ, ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന മേഖലകളിലെ ഇന്ത്യ നമീബിയ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ബുധനാഴ്ച നടന്ന ചർച്ച എന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ദീർഘകാല ഉഭയകക്ഷി ബന്ധത്തിൽ നിരവധി പുതിയ വഴികൾ ചേർക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മോദി തന്നെ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രധാനമായും സിങ്ക, വജ്ര സംസ്കരണം പോലുള്ള ധാതു വിഭവങ്ങളിലാണ്. നമീബിയ ഒരു വിഭവ സമ്പന്നമായ രാജ്യമാണ്. യുറേനിയം, ചെമ്പ, കൊബാൾട്ട് എന്നിവയുടെ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. ഇവിടുത്തെ ലിഥിയം, ഗ്രഫൈറ്റ്, ടാൻഡലം എന്നിവ ഇന്ത്യക്ക് താൽപ്പര്യമുള്ളവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപ്പാദകരും ലിഥിയം, സിങ്ക, അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരും നമീബിയയാണ്. നമീബിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവയും നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിനു പുറമെ ഇവിടുത്തെ വജ്രഖനികളിലും ഇന്ത്യ കണ്ണുവെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപമാണ് നമീബിയയിലേത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി 2033 വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടെയാണ് മോദിയുടെ നമീബിയ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ സംരംഭത്തിൽ നമീബിയയെ പങ്കാളിയായി കാണുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിർണായക ധാതു മേഖലകളിലെ സഹകരണത്തിനായി ഒരു ക്രിട്ടിക്കൽ മിനറൽ പാർട്ണർഷിപ്പ് കരാറിൽ ഒപ്പുവെക്കുന്നതിന് ഇരു രാജ്യങ്ങൾക്കും പ്രവർത്തിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വ്യാപാരം, ഊർജം, പെട്രോ കെമിക്കൽസ് എന്നിവയിലെ ബന്ധങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ചർച്ച ചെയ്തു. പ്രോജക്ട് ചീറ്റയിൽ നമീബിയയിൽ നിന്നുള്ള സഹായത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി നന്ദി ട്വീറ്റ് ചെയ്യുകയായിരുന്നു. പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല സഹകരണമുണ്ട് എന്നും അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും മോദി പറയുന്നു. പ്രതിരോധ ഉൽപാദനത്തിനുള്ള ഒരു ആവാസ വ്യവസ്ഥ നമുക്കുണ്ട്. അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾ അവയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമീബിയയ്ക്ക് ഒരു പ്രത്യേക പ്രതിരോധ വായ്പ നൽകാൻ തങ്ങൾക്ക് കഴിയുമെന്നും മോദി പറഞ്ഞു. മോദിയുടെ ആദ്യ നമീബിയ സന്ദർശനമാണിത്. കഴിഞ്ഞ 27 വർഷത്തിനിടെ ആഫ്രിക്കൻ രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനവുമാണിത്. ഇന്ത്യയും നമീബിയയും തമ്മിൽ വളരെ കാലമായി ശക്തമായ ബന്ധമുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ന്യൂഡൽഹി നമീബിയയെ അംഗീകരിച്ചിരുന്നു. കൂടാതെ 1946 UNGAയിൽ അതിൻ്റെ ലക്ഷ്യം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. 1998 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമീബിയ സന്ദർശിച്ചിരുന്നു.